ആളുകൾ സത്യത്തിൽ വിശ്വസിക്കാതിരിക്കുന്നതിന്റെ കാരണം സത്യം ബോധ്യമാവുന്നില്ല എന്നത് മാത്രമല്ല, പലപ്പോഴും അവരുടെ മുൻവിധികൾ കൂടി അതിന്റെ കാരണമാവും. പ്രവാചക ചരിത്രത്തിൽ ഒരു ഘട്ടമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണത്തിൽ ആകൃഷ്ടരായി പ്രമുഖരായ 3 ഖുറൈശികൾ രാത്രി അവരുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി വന്ന് പരസ്പരം കണ്ടുമുട്ടുന്നു. അഖ്നസ് ബിൻ ശുറൈഖ്, അബൂ ജഹൽ, അബൂ സുഫിയാൻ എന്നിവർ. 3 ദിവസം തുടർച്ചയായി ഇത് സംഭവിച്ചു. ആദ്യ ദിവസങ്ങളിൽ അവർ പരസ്പരം ചില എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞു. പക്ഷെ 3-ാമത്തെ ദിവസവും കണ്ടുമുട്ടിയപ്പോൾ അഖ്നസ് അബൂ സുഫിയാനോട് ചോദിച്ചു, എന്താണ്, മുഹമ്മദ് പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അബൂ സുഫിയാൻ കൃത്യമായ ഒരു ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറിയപ്പോൾ അബൂജഹലിനെ സമീപിക്കുന്നുണ്ട് അഖ്നസ്. അബൂജഹൽ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, മുഹമ്മദ് പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് എനിക്കും തോന്നുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുക? ഞങ്ങളും ബനു മനാഫും തമ്മിൽ കാലങ്ങളായി മത്സരത്തിലാണ്. അവർ ആർക്കെങ്കിലും വെള്ളം കൊടുത്താൽ ഞങ്ങളും വെള്ളം കൊടുക്കും, അവർ ഭക്ഷണം കൊടുത്താൽ ഞങ്ങളും ഭക്ഷണം കൊടുക്കും, അവർ ആതിഥ്യമരുളിയാൽ ഞങ്ങളും ആതിഥ്യമരുളും, അവർ യുദ്ധമുന്നണിയിൽ പുറപ്പെട്ടാൽ അവരെക്കാൾ ഒരു ചുവട് മുന്നിൽ ഞങ്ങൾ നിലയുറപ്പിക്കും. പക്ഷേ ഇപ്പോൾ അവർ വന്ന് പറയുകയാണ്, ബനു ഹാഷിമിൽ നിന്ന് ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു എന്ന്. എങ്ങനെയാണ് അത് സമ്മതിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുക? പടച്ചവനാണ് സത്യം, ഒരു കാരണവശാലും ഞാൻ മുഹമ്മദിൽ വിശ്വസിക്കാൻ പോകുന്നില്ല.